കോവിഡ് അനന്തര രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഇതേക്കുറിച്ച് സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ ഡോക്ടർ കെ.വി. ഷോഴ്സനുമായി അഭിമുഖം. കോവിഡ്-19 എന്ന മഹാമാരി ഇപ്പോഴും നമ്മുടെ ലോകത്തെ പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് പല ഭാഗത്തു നിന്നും കിട്ടുന്ന കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും, വികസിത രാജ്യങ്ങളായാലും ശരി, അല്ലാത്ത രാജ്യങ്ങളായാലും ശരി, എല്ലാ രാജ്യങ്ങളിലും ഇപ്പോഴും കോവിഡ് കേസുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ വൈറസിന്റെ ഒരു രൂപമാറ്റത്തിനും അതിനൊക്കെ ഒരു ശമനം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം, അത് ഇപ്പോ ഓരോ വൈറസിനെ നമ്മൾ അതിജീവിക്കാനുള്ള ഒരു കെൽപ്പ് നമ്മുടെ മനുഷ്യ ശരീരം അത് സ്വയം രൂപപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ട് എന്നുള്ള, അത് എല്ലാവരെയും ശാസ്ത്രത്തെ പോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരിക്കാം ഇപ്പൊ ഈ വൈറസിനെ നമ്മൾ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റി എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നാം കാണുന്നത് 2-2.5 വർഷം കഴിഞ്ഞിട്ടും കോവിഡ് വന്ന് മാറിയ വ്യക്തികൾക്ക് പിന്നീട് കുറച്ച് രോഗാവസ്ഥകൾ, അത് നേരത്തെ രോഗമുള്ളവർക്ക് അതിലെ രോഗത്തിന്റെ ഇതില് വ്യത്യാസങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഒട്ടും തന്നെ നേരത്തെ വേറെ രോഗങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് പുതുതായി ചില രോഗാവസ്ഥകൾ പ്രത്യക്ഷപ്പെടുന്നു. വേറെ കാരണങ്ങളൊന്നും കാണാത്തപ്പോഴാണ് ഇത് കോവിഡിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണോ, അതായത് കോവിഡാനന്തര രോഗമായിട്ട് വന്നതാണോ എന്നുള്ള ഒരു സംശയം എപ്പോഴും ജനിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ഈ കോവിഡാനന്തര രോഗ സാധ്യതകളെ കുറിച്ചും, അല്ലെങ്കിൽ ആ രോഗങ്ങളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയണം, അതെങ്ങനെയാണ് ഹോമിയോപ്പതി അതിനെ സമീപിക്കുന്നത്, അതിൽ ഹോമിയോപ്പതിയിൽ എന്താണ് ഫലപ്രദമായ ഒരു ചികിത്സ ലഭ്യമാക്കാൻ ഉള്ളത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പങ്കുവയ്ക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ കോവിഡാനന്തര രോഗങ്ങളും സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാണ് നിർവചിക്കുക? ഒരു രോഗിക്ക് കോവിഡ് വന്നതിന് ശേഷം ഏകദേശം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്ക് ശേഷവും കോവിഡിന്റെ ലക്ഷണങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ, അതായത് കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം അനേകം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോവിഡിന്റെ ലക്ഷണങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ അതിനെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം അല്ലെങ്കിൽ ലോങ് കോവിഡ് അല്ലെങ്കിൽ ക്രോണിക് കോവിഡ് എന്നൊക്കെ പറയുന്നത്. ഇത് ധാരാളം രോഗികളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കോവിഡിന്റെ തീവ്രതയും വ്യാപനവും പഴയതിനേക്കാൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കോവിഡിന് ശേഷമുള്ള പ്രശ്നങ്ങൾ പഴയതുപോലെ തന്നെ തുടരുന്നതായിട്ടാണ് ക്ലിനിക്കുകളിൽ കണ്ടുവരുന്നത്. ഏകദേശം ഒരു 20% മുതൽ 30% വരെ രോഗികളിൽ ഈ കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് നോക്കിയാൽ, ഇതിന്റെ കോവിഡിന്റെ ഒരു പാത്തോളജി നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. അതായത് കോവിഡ് വൈറസ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവി നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ബോഡി അതിനെതിരെ ഒരു ആന്റിബോഡി ഉണ്ടാക്കുന്നുണ്ട്, അതിനെ പ്രതിരോധിക്കാൻ. അതെ, അതൊരു നമ്മുടെ ശരീരത്തിന്റെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ തീവ്രത കൂടുമ്പോൾ, അതായത് 10 മടങ്ങ് ശക്തിയിൽ ആ ഒരു റെസ്പോൺസ് വരുമ്പോൾ അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ മോഡിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ഞാൻ സമയം കളയുന്നില്ല. എന്നാലും ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിനെതിരെ വർക്ക് ചെയ്യുന്ന ഒരു പ്രതിഭാസം, അതിനാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് പ്രധാനമായിട്ടും ഈ കോവിഡ് കേസുകളിൽ നമ്മുടെ ശരീരത്തിലെ ചെറിയ രക്തക്കുഴലുകളുടെ ഉള്ളിൽ ഒരു എൻഡോത്തീലിയൽ ഇഞ്ചുറി എന്ന് പറയും, അതിന്റെ ഉള്ളിലുള്ള ലൈനിങ്ങിന് ഡാമേജ് വരുന്നു. അതോടൊപ്പം രക്തം കട്ട പിടിക്കാനുള്ള ചെറിയ രക്തക്കട്ടകൾ ഉണ്ടാവുന്നുണ്ട്, മൈക്രോ ത്രോംബോസ് ഫോർമേഷൻ. അപ്പൊ അങ്ങനെയുള്ള പത്തോളജികള് ശരീരത്തിന്റെ മിക്ക അവയവങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുന്നത് നമ്മുടെ ശ്വാസകോശങ്ങളിലാണ്. കോവിഡ് വൈറസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലങ്സിനെയാണ്. പക്ഷേ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു വൈറസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കോവിഡ് മാറിക്കഴിഞ്ഞാലും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എല്ലാ അവയവങ്ങളിലും നിലനിൽക്കുന്നതുകൊണ്ട് പലർക്കും പല ലക്ഷണങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന കോവിഡാനന്തര ലക്ഷണങ്ങളെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഫറ്റീഗാണ്. ഏകദേശം ഒരു 60% ആൾക്കാരിലും കോവിഡിന് ശേഷം ക്ഷീണം, തളർച്ച, എപ്പോഴും ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ഉന്മേഷമില്ലായ്മ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള ഒരു ഉന്മേഷമില്ലായ്മ, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു അവസ്ഥ, അതൊരു നല്ലൊരു ശതമാനം ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ പോലും ഇപ്പൊ ചെയ്യാൻ പറ്റാതെ വരിക. അതായത് ഇത് കൂടുതലും കണ്ടുവരുന്നത് മറ്റ് അസുഖങ്ങളുള്ള, അതായത് എക്സിസ്റ്റിംഗ് മോർബിഡിറ്റീസ് കൂടെ ഉണ്ടായിരുന്ന, അതായത് പ്രമേഹം, BP, കൊളസ്ട്രോള്, ഹൃദ്രോഗങ്ങള്, അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾക്ക് കോവിഡ് വന്നതിന് ശേഷമാണ് കൂടുതലും ഒരു ഫെറ്റിക് സിൻഡ്രോമിലേക്ക് പോകുന്നത്. ഒരു ശാരീരിക ക്ഷമത കുറഞ്ഞ പോലെ തോന്നുന്നു. അതെ.
രണ്ടാമത് ശ്വാസം മുട്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ വൈറസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശ്വസന അറകൾക്ക് വരുന്ന ഡാമേജ് കൊണ്ട് ശ്വാസം മുട്ട് നിൽക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഏകദേശം ഒരു 30% ആൾക്കാരിലാണ് ഈ ശ്വാസം മുട്ട് കണ്ടുവരുന്നത്. നേരത്തെ തന്നെ ശ്വാസകോശ സംബന്ധമായ ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ കോവിഡിന് ശേഷം ശ്വാസം മുട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ചില ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്നാണ് അവർക്ക് ശ്വാസം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ. അതുപോലെ ഒരു ചുമ, കുത്തിയുള്ള ഒരു ഡ്രൈ കഫ് ഇത് ശേഷം കോവിഡിന്റെ നെഗറ്റീവ് ആയതിനു ശേഷം വളരെയധികം നാള് നീണ്ടു നിൽക്കുന്ന ഏകദേശം ഒരു 20% മുതൽ 30% വരെ ആൾക്കാർക്ക് നീണ്ടു നിൽക്കുന്ന ചുമ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ശക്തിയില്ലായ്മ, അതായത് മസിൽ വീക്ക്നെസ് ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. പേശികൾ ശോഷിച്ചു പോവുക, തളർച്ച ബാധിക്കുക. ഏകദേശം ഒരു 25% പേർക്ക് അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ നെഞ്ചുവേദന, ഒരു വെറുതെ ഇരിക്കുമ്പോഴും നെഞ്ചുവേദന വരാം. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴും ഒക്കെ നെഞ്ചുവേദന വരുന്ന ഏകദേശം ഒരു 10% പേരുണ്ട്. പിന്നെയുള്ള പ്രധാന ഒരു പ്രശ്നം ഉറക്കമില്ലായ്മ. പലർക്കും കോവിഡ് ഉള്ള സമയത്തും ഉറക്കമില്ലാതെ വരും. ചിലർക്ക് കോവിഡ് മാറിയതിനു ശേഷവും അത് ഒരുപാട് നാളുകളോളം തീരെ ഉറക്കമില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഏകദേശം ഒരു 10 മുതൽ 20% വരെ ആൾക്കാർക്ക് ഉള്ള ഒരു പ്രശ്നമാണിത്. പിന്നെ വെയിറ്റ് ലോസ്, കോവിഡ് മാറിയതിനു ശേഷം ശരീരഭാരം കുറയുക, അതുപോലെ ജോയിന്റ് പെയിൻസ്, സന്ധികളുടെ വേദന മാറാതെ നിൽക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ആങ്സൈറ്റി, ഡിപ്രഷൻ. കോവിഡിന് ശേഷം പലർക്കും അനാവശ്യമായ ഉത്കണ്ഠ, വിഷാദം, ഒന്നും ജോലിക്ക് പോകാൻ ഉള്ള മടി, താല്പര്യക്കുറവ്, അങ്ങനെയുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നേരത്തെ യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ആൾക്കാർക്ക് പോലും ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഏകദേശം ഒരു 20% വരെ ആൾക്കാരിൽ അത് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ബ്രെയിൻ ഫോഗ്, ഏകദേശം ഒരു 10 മുതൽ 15% വരെ ആൾക്കാർക്ക് കോവിഡിന് ശേഷം ഒരു മന്ദിപ്പ്, അതായത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു കൺഫ്യൂഷൻ, അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തലവേദന വളരെയധികം ആൾക്കാർക്കുണ്ട്. ഒരു 30% മുതൽ 40% വരെ ആൾക്കാർക്ക് കോവിഡ് മാറിയതിനു ശേഷം വിട്ടുമാറാത്ത തലവേദന അനുഭവപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് മണം കിട്ടാതിരിക്കുക, സ്വാദ് കിട്ടാതിരിക്കുക. അതുപോലെ ചില മണങ്ങൾ മാത്രം കിട്ടുക. അതുപോലെ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒരു ടേസ്റ്റ്, ഓൾട്ടേർഡ് ടേസ്റ്റ്, അതുപോലെ ഓൾട്ടേർഡ് സ്മെല്ല് നമ്മളില്ല. അതെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതെല്ലാം നമ്മളുടെ ഒരു സെൻസറി ന്യൂറോൺസും സെൻട്രൽ നെർവസ് സിസ്റ്റം ഒക്കെ അഫക്റ്റഡ് ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ പാൽപിറ്റേഷൻ, ഹൃദയമിടിപ്പ് കൂടുക. അതുപോലെ ഓക്കാനം, ഛർദില്, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റം അഫക്റ്റഡ് ആവുന്നതുകൊണ്ട് പലർക്കും കോവിഡിന് ശേഷവും ഓക്കാനവും ഛർദിലും മാറാതെ കുറെ ദിവസങ്ങളോളം നിൽക്കുക. അതുപോലെ വീണ്ടും പനി വരിക. കോവിഡിന്റെ പനി മാറിയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും പനി വരുന്ന കുറച്ചധികം രോഗികളുണ്ട്. അത് പലപ്പോഴും ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, അമിതമായിട്ടുള്ള പ്രമേഹം പല രോഗികൾക്കും കണ്ടുവരുന്നുണ്ട്. അതായത് നേരത്തെ പ്രഷറോ ഡയബറ്റീസോ ഒന്നും ഇല്ലാതിരുന്ന രോഗികൾക്ക് കോവിഡ് വന്ന് മാറിയതിനു ശേഷം അത് പലപ്പോഴും തീവ്രമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൊണ്ടും വരാം. അതുപോലെ ചിലര് മരുന്നുകളുടെ ദുരുപയോഗം കൊണ്ട് ഡോക്ടർ കാണാതെ സ്വന്തമായിട്ട് ചികിത്സ ചെയ്ത് മരുന്നുകൾ കൂടുതലായിട്ട് കഴിച്ചതിന് ശേഷവും ഇങ്ങനെയുള്ള പ്രഷർ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ചിലരിലൊക്കെ കാലില് നീര്, അത് പലപ്പോഴും ഒരു കാർഡിയാക് പ്രശ്നങ്ങൾ കൊണ്ടാവാം. കാലിൽ ഒരു 5% ആൾക്കാരിൽ കാലില് നീര് മാറാൻ നിൽക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ മുടി കൊഴിച്ചില് ഏകദേശം ഒരു 20% പേരില് കോവിഡിന് ശേഷം അത് പലപ്പോഴും കുറെ പേര് പറയുന്ന ഒരു ലക്ഷണമാണ്. അതുപോലെ കണ്ണില് ചുവപ്പ്, ചൊറിച്ചില് മാറാൻ നിൽക്കുന്നുണ്ട്. അതുപോലെ ഫോക്കൽ വീക്ക്നെസ്, അതായത് ഒരു ഭാഗം മാത്രം തളർന്നു പോകുക, ഒരു ചെറിയൊരു സ്ട്രോക്ക് വരുന്ന കേസുകൾ, അതൊക്കെ ഒരു 1% മുതൽ 2% വരെ കേസുകളിൽ സ്ട്രോക്ക് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ എൻഡോത്തീലിയം, രക്തക്കൊള്ള, ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവുന്ന ഒരു പാത്തോളജി ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സ്ട്രോക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ കോവിഡാനന്തര പ്രശ്നങ്ങളായിട്ട് ദിവസേന എന്നോണം രോഗികൾ ചികിത്സക്കായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞതില് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ടാണ് വരുന്നത്. ഇപ്പൊ ഇതില് പ്രായവ്യത്യാസം എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? അതായത് പ്രായം കൂടിയവർക്കാണ് കൂടുതലും, പ്രായം കൂടിയ ആൾക്കാർക്കും അതുപോലെ മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്കും കോവിഡ് വന്നതിന് മാറിയതിനു ശേഷമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നത്. കുട്ടികൾക്ക് വളരെ എളുപ്പം തന്നെ ഭേദമാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
ഇപ്പൊ ഈ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാല് സാധാരണ നമ്മൾ എപ്പോഴും താൽക്കാലിക പരിഹാരമാണ് ഉടനെ ആൾക്കാർ നോക്കുക. അതായത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു ദോഷമായിട്ട് പറയുന്നത് മെഡിക്കൽ ഷോപ്പിൽ പോയി ഉടനെ തന്നെ മരുന്ന് വാങ്ങിച്ച് കഴിക്കുക. അപ്പൊ വേദന ഉണ്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വേദന സംഹാരി വാങ്ങിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോ അത്തരം ഒരു സമീപനം എത്രത്തോളം ദോഷം ചെയ്യും? വൈദ്യശാസ്ത്രത്തിന്റെ പഠനങ്ങൾ ഇപ്പോഴും കോവിഡിനെ കുറിച്ചുള്ളതും കോവിഡ് അനന്തര രോഗങ്ങളെ കുറിച്ചുള്ളതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി ഓരോ പുതിയ പുതിയ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്. ഇപ്പോ ക്യാൻസർ വന്ന രോഗികൾക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ക്യാൻസറിലെ മാറ്റങ്ങൾ പോലും ഇപ്പോ പഠനവിധേയമായിട്ട് പല പല മാറ്റങ്ങളെ കുറിച്ചും ചികിത്സയിലെ വ്യത്യാസങ്ങളെ കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കോവിഡ് വന്ന് മാറിയ ഒരു ആള് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസം തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ ഏറ്റവും ആദ്യം ഡോക്ടറെ സമീപിച്ച് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, ഏത് അവയവത്തെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്, അതിനുവേണ്ട ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ ചെയ്ത് എന്താണ് പത്തോളജിക്കൽ ചേഞ്ച് വന്നിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി അതിനുശേഷം അതിന്റെ ചികിത്സ തേടുകയാണ് ഏറ്റവും ആദ്യം. ഒട്ടും സമയം പഴകാതെ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹോമിയോപ്പതിയുടെ ചികിത്സയിൽ വരുമ്പോൾ ഹോമിയോപ്പതി ഇത്തരം മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഒരു വ്യക്തിയെ സമഗ്രമായിട്ടാണല്ലോ നമ്മൾ വിലയിരുത്താറുള്ളത്. അതെ, ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോവിഡിനായാലും കോവിഡ് ഇൻഫെക്ഷൻ ഉള്ള സമയത്തായാലും കോവിഡ് മാറിയതിനു ശേഷമുള്ള കോവിഡ് അനന്തര പ്രശ്നങ്ങൾക്കായാലും ഹോമിയോപ്പതി ചികിത്സ വളരെ ഫലപ്രദമാണ്. അത് ഈ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് സംശയാതീതമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ എന്റെ അനുഭവത്തില് ഒരു രോഗിയെ പോലും രോഗം കുറയാതെ പറഞ്ഞയക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഹോമിയോപ്പതിയില് ഈ കോവിഡ് അനന്തര പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും കോവിഡിന് ശേഷം നമുക്ക് ഏത് ഓർഗനെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്, ബാധിച്ചിരിക്കുന്നത്, അതെ, അവിടെ സംഭവിച്ചിരിക്കുന്ന പത്തോളജി എന്താണ് രോഗി പറയുന്ന ലക്ഷണങ്ങൾ, അപ്പൊ അതെല്ലാം വിലയിരുത്തിയതിനു ശേഷമാണ് നമുക്ക് എന്ത് മരുന്ന് കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനനുയോജ്യമായിട്ടുള്ള മരുന്ന് സെലക്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നത്. അതായത് അവിടെ ആ അവയവത്തിൽ വന്നിരിക്കുന്ന അതിലെ പ്രവർത്തനത്തിൽ വന്നിരിക്കുന്ന മാറ്റം. ഇപ്പൊ ശ്വാസകോശത്തിനാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ ശ്വാസം മുട്ടലോ ശ്വാസതടസ്സമോ അങ്ങനെ എന്തെങ്കിലും ആ വ്യക്തിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മാറ്റം വന്നു? അതെ, ആ ലക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ ഈ കോവിഡിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പത്തോളജിക്കൽ ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രക്തക്കുഴലുകളുടെ ഡാമേജ് ആണ്. അതിന്റെ ഒരു ഇന്നർ ലൈനിങ്ങിലുള്ള ഇഞ്ചുറിയും ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ. നമ്മൾ പ്രധാനമായിട്ടും ഈ കോവിഡിനും കോവിഡാനന്തര ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഹോമിയോപ്പതി മരുന്നുകൾ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ഈ രക്തക്കുഴലുകളുടെ തകരാറുകൾ പരിഹരിക്കാനായിട്ട് പര്യാപ്തമായിട്ടുള്ള മരുന്നുകളാണ്. അതായത് നമ്മുടെ ഹോമിയോപ്പതിക് ലിറ്ററേച്ചറിൽ ആ ഒരു ഇൻഡിക്കേഷനോട് കൂടി വർഷങ്ങളായിട്ട് നമ്മൾ ആയിരക്കണക്കിന് ഡോക്ടർമാരെ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഫലപ്രാപ്തി തെളിയിച്ചിട്ടുള്ള മരുന്നുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ സെപ്പിയ, ലാക്കസിസ്, ക്രോട്ടാലസ് തുടങ്ങിയ മരുന്നുകൾ ഇതൊക്കെ രക്തക്കുഴലുകളുടെ തകരാറുകൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ഉള്ള മരുന്നുകളാണ്. അതായത് രക്തക്കുഴലുകളുടെ ഉൾഭാഗത്തുള്ള ഡാമേജ്, ആ ഇഞ്ചുറി പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാനും ബ്ലഡ് ക്ലോട്ട് ഉണ്ടെങ്കിൽ അതിനെ നീക്കാനും ഒക്കെ ഗുണപ്രദമായിട്ടുള്ള മരുന്നുകളാണ്. അപ്പൊ ഈ മരുന്നുകൾ അതിന്റെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ, പലപ്പോഴും ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ 90% പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് തന്നെ പരിഹരിക്കപ്പെടാറുണ്ട്. അപ്പൊ ഈ രക്തക്കുഴലിന്റെ തകരാറാണ് അല്ലെങ്കിൽ അതിന്റെ ഉൾവശത്ത് ഉണ്ടാകുന്ന ഭിത്തിയിലെ തകരാറാണ് എന്നുള്ളത് നമ്മൾ എന്തൊക്കെ ലക്ഷണങ്ങൾ സാധാരണ ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ കോവിഡാനന്തര അസുഖങ്ങൾ, അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സാധാരണ ഉണ്ടാകാറ്? അതായത് ശ്വാസകോശത്തിലെ തകരാറാണെന്നുണ്ടെങ്കിൽ അവർക്ക് നീണ്ടു നിൽക്കുന്ന ചുമ, ശ്വാസമുട്ട്, ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥ, പാൽപിറ്റേഷൻ വരിക, അതെ കൂടുക. അപ്പൊ അതിന് നമുക്ക് പലപ്പോഴും ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, CRP ടെസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെസ്റ്റ് CT ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ D-ഡൈമർ, ഫെറിറ്റിൻ വാല്യൂസ് ഒക്കെ നോക്കിയതിന് ശേഷമാണ് നമുക്കത് കൃത്യമായിട്ട് അവരുടെ ഒരു അവസ്ഥ തീർച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതോടൊപ്പം മറ്റു ലക്ഷണങ്ങളും കൂടി നോക്കിയിട്ട് ആണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പൊ ഇതില് ഈ കോവിഡിനെ സംബന്ധിച്ചോളം ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഡോക്ടർ പ്രഫുൽ വിജയ്കർ എന്ന് പറയുന്ന ഹോമിയോപ്പതിയുടെ ഒരു ആചാര്യൻ, അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു പ്രോട്ടോകോളാണ്, ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ. അപ്പൊ ആ പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് വളരെ വിജയപ്രദമായിട്ട് നമുക്ക് ഈ കോവിഡാനന്തര പ്രശ്നങ്ങളും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിലുപയോഗിക്കുന്ന മരുന്നുകളൊക്കെ ഹോമിയോപ്പതിയിൽ പണ്ടുവരെ ഉള്ള മരുന്നുകൾ തന്നെയാണ്. പക്ഷെ അത് സെലക്ട് ചെയ്യുന്ന രീതിയും അത് ഉപയോഗിക്കുന്ന ക്രമമാണ് അതിലുള്ള വ്യത്യാസം, സമീപനത്തിലുള്ള വ്യത്യാസം, രോഗത്തെ സമീപിക്കുന്നതിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ നമുക്ക് കോവിഡിന്റെ കേസിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് മറ്റ് അസുഖങ്ങൾ പോലെ ഈ രോഗിയുടെ ചെറുപ്പം മുതലുള്ള ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയോ ആവശ്യമില്ല. നമുക്ക് ആ
സമയത്തുള്ള രോഗലക്ഷണങ്ങളും ആ സമയത്ത് വന്നിട്ടുള്ള രോഗിയുടെ മാനസികവും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അല്ല പണ്ട് മുതലെയുള്ള ചെറുപ്പം മുതലെയുള്ള ഒരു ഹിസ്റ്ററി ഇങ്ങനത്തെ കേസിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മെഡിസിൻ സെലക്ട് ചെയ്യാനും പെട്ടെന്ന് തന്നെ ഫലം കിട്ടാനും അത് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്ടർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് ഉത്കണ്ഠ പോലെയുള്ളതും വിഷാദം, അതുപോലെ തന്നെ മറ്റു പല രോഗാവസ്ഥകളും, അതായത് താല്പര്യക്കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അവരിൽ കാണുന്നു. ക്ഷീണവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് മാനസികമായിട്ടുള്ള അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് ക്ഷീണത്തെയും കൂടെ എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെ എങ്ങനെയാണ് ഹോമിയോപ്പതി സമീപിക്കുന്നത്? അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ആ രോഗിയുടെ, കാരണം ഓരോ രോഗിയും ഓരോ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടായിരിക്കും വരിക. കൂടുതലും അമിത ഭയമുള്ള, അതായത് രോഗത്തെ വളരെ പേടിയോടെ സമീപിക്കുന്ന ആൾക്കാരിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ, ഉറക്കക്കുറവും അതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ വരുന്നത് കൂടുതലും അങ്ങനെ രോഗത്തെ വളരെയധികം ഭീതിയോടുകൂടി കാണുന്ന ആൾക്കാരിലാണ്. ആ ഒരു ഘടകം കണക്കിലെടുക്കും. അതോടൊപ്പം ഇവർ എന്ത് ലക്ഷണമാണ് കാണിക്കുന്നത്, അത് ഓരോ ലക്ഷണങ്ങൾക്കും അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഒരു ദീർഘനാൾ ചികിത്സ വേണ്ടിവരുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇതൊരു വളരെ സ്ഥായി ആയിട്ടുള്ള ഒരു രോഗം അല്ല. ഇത് കാരണം ഒരു വളരെ അക്യൂട്ടായിട്ടുള്ള ഒരു ഡിസീസിന് ശേഷം വരുന്ന ഒരു പ്രതിഭാസമായതുകൊണ്ട് തന്നെ നമുക്കിത് 90% കേസുകളിലും നമുക്കൊരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നതാണ്. വളരെ കുറച്ച് കേസുകളിൽ മാത്രമേ നമുക്ക് കുറച്ച് നാൾ, ചിലപ്പോൾ ഒരു 3-4 മാസത്തേക്കൊക്കെ ചികിത്സ എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതോടുകൂടി നമുക്ക് ചികിത്സ പൂർണ്ണമായിട്ടും തന്നെ നിർത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റ് രോഗങ്ങളുള്ള, അതായത് ഇപ്പോ പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളുള്ള രോഗികളായാൽ പോലും അവർക്ക് ആ മരുന്നുകളൊന്നും നിർത്താതെ തന്നെ ഈ കോവിഡാനന്തര പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. മരുന്ന് അവർ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്താലും നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരി നമ്മുടെ സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവും സാമൂഹികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഹോമിയോപ്പതി വളരെ സുരക്ഷിതവും ഫലപ്രദവുമായ ഒരു ചികിത്സാ രീതിയായി മാറുകയും ജനങ്ങൾ അത് സർവാത്മന സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ പ്രശ്നം ദീർഘനാളായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണെങ്കിലും അതിനെ തുടർന്ന് ഇപ്പൊ കോവിഡ് പിടിവിട്ട ആൾക്കാർക്ക് കോവിഡാനന്തരം വരുന്ന മാറ്റങ്ങളും, അല്ലെങ്കിൽ രോഗമൊന്നും ഇല്ലാത്ത ആൾക്ക് പിന്നെ കോവിഡാനന്തരം ഇത്തരം രോഗാവസ്ഥകൾ, അതായത് ദീർഘനാൾ ചികിത്സയൊക്കെ വേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ വരികയാണെങ്കിലും ഹോമിയോപ്പതി വളരെ നല്ലൊരു സമീപനത്തിലൂടെ ഇതിനൊരു ആശ്വാസം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. അപ്പോ കോവിഡാനന്തരം ഉണ്ടാകുന്ന രോഗാവസ്ഥകളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്, അത് കോവിഡുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനനുസരിച്ചാണ് നമ്മൾ ചികിത്സയ്ക്ക് പോകേണ്ടത്. അല്ലാതെ സ്വയം ഒരു ചികിത്സ നമ്മൾ നിർണയം നടത്തരുത് എന്നുള്ളത് കൂടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ കോവിഡാനന്തര രോഗാവസ്ഥയും ഹോമിയോപ്പതിയും എന്നുള്ള ഇതിനെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. അപ്പോൾ ഈ വിലപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ നന്ദി. താങ്ക് യു. കോവിഡ് അനന്തര രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും, ഇതേക്കുറിച്ച് സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ ഡോക്ടർ കെ.വി. ഷോഴ്സനുമായി ഇതുവരെ സംസാരിച്ചത് ടി.പി. രാജേഷ്. സമഗ്ര ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി. സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.